പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പിന്റെ റിട്ടയർമെന്റ് ആണ്. നിലവിലുള്ള പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്നും ഒന്നിൽ കൂടുതലോ പാർട്ട്നേഴ്സ് പിരിഞ്ഞു പോകുന്നതാണ് റിട്ടയർമെന്റ്. അപ്പോൾ അഡ്മിഷനിലെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ ചെയ്തു. ഇനിയിപ്പോ നമ്മൾക്ക് റിട്ടയർമെന്റ് ആണ്. ഈ റിട്ടയർമെന്റില് അഡ്മിഷനിൽ നമ്മൾ പഠിച്ചത് സാക്രിഫൈസിങ് റേഷ്യോ ആണ്. അതായത് പുതിയൊരു പാർട്ട്ണർ വന്നപ്പോൾ അയാൾ കൊണ്ടുവന്ന ഗുഡ്വില്ല് ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്തത് സാക്രിഫൈസിങ് റേഷ്യോയിലായിരുന്നു. അതായത് സാക്രിഫൈസിങ് റേഷ്യോ ഓൾഡ് മൈനസ് ന്യൂ ആണ്. ഇവിടെ ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോകുമ്പോ മറ്റുള്ള പാർട്ട്നേഴ്സിന് കിട്ടാണ്. അവര് അത്രയും നാളും 3 പങ്കുവച്ച പ്രോഫിറ്റിന് ഒരാൾ പോയി കഴിഞ്ഞാൽ 2 പേരായിട്ട് വീതിച്ചാൽ മതി. അപ്പൊ അവിടെ ഗെയിൻ ആണ്. അപ്പോ റിട്ടയർമെന്റിന്റെ കേസിൽ വരുന്നത് ഗെയിനിങ് റേഷ്യോയാണ്. ഗുഡ്വിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഗെയിനിങ് റേഷ്യോയിലായിരിക്കും. അപ്പൊ ഈ ഗെയിനിങ് റേഷ്യോ കാണാനുള്ള ഈക്വേഷൻ ന്യൂ മൈനസ് ഓൾഡ് ആണ്. അതായത് അവരുടെ ആ റിട്ടയർ ചെയ്ത പാർട്ട്ണർ പോയി കഴിഞ്ഞിട്ട് ബാക്കി നിലവിലുള്ള പാർട്ട്നേഴ്സിന്റെ ആ ന്യൂ റേഷ്യോയിൽ നിന്നും അവരുടെ റിട്ടയർ ചെയ്യുന്നതിന് മുൻപുള്ള ഓൾഡ് റേഷ്യോ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഗെയിനിങ് റേഷ്യോ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത പോകുന്ന പാർട്ട്ണറിന്റെ ഷെയർ ഓഫ് ഗുഡ്വില്ല് അത് നിലവിലുള്ള പാർട്ട്നേഴ്സ് ആണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അവരത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ ജേണൽ എൻട്രി റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു റിട്ടയറിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതിന്റെ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അതാണ് അതിന്റെ റേഷ്യോ. അതായത് റിമൈനിങ്, അതായത് ഇപ്പൊ എയും ബിയും സിയും കൂടി ഉള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ബി ആണ് റിട്ടയർ ചെയ്തതെങ്കിൽ എയും സിയും ഡെബിറ്റും ബിയെ ക്രെഡിറ്റും ചെയ്യും. ബിയുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ വെച്ച് ഗെയിനിങ് റേഷ്യോ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നമുക്കൊരു ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റില് എക്സും വൈയും ഇസഡും ആണ് പാർട്ട്നേഴ്സ്. അവരുടെ റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത് 4:3:2 എന്നാണ് തന്നിരിക്കുന്നത്. ഇത് പി കെ ലാസറിന്റെ ടെക്സ്റ്റിലെ ഒരു എക്സസൈസിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് എപ്പോഴും ഒട്ടുമിക്ക വർഷവും ഇതിന്ന് ഈ ക്വസ്റ്റ്യൻ മിക്കവാറും വർഷങ്ങളിൽ വരുന്നത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാനുള്ള കാരണം. അപ്പോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പോകാം. അപ്പൊ ഇതിൽ നമുക്ക് 3 പേരുടെയും ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് വൈ ആണ് റിട്ടയർ ചെയ്തിരിക്കുന്നത്. വൈ റിട്ടയർ ചെയ്ത സമയത്തുള്ള പൊസിഷൻ ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. സ്റ്റോക്ക് ഡിപ്രീസിയേറ്റഡ് ബൈ 5% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കുന്നത് റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ടിൽ നമുക്കറിയാം അസറ്റിന്റെ വാല്യൂ കുറയാണെങ്കിൽ നമ്മൾ അസറ്റിന്റെ 2 എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടില് സ്റ്റോക്കിന്റെ 5% ഡിപ്രീസിയേറ്റഡ് കുറഞ്ഞേക്കാണ്. അപ്പൊ സ്റ്റോക്കിന്റെ 5% എന്ന് പറഞ്ഞാൽ 10% എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റ് അങ്ങോട്ട് മാറ്റിയാൽ മതി. അപ്പൊ 800, അതിന്റെ ഹാഫ് ആണ് 5%. അപ്പൊ നമുക്ക് 400 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞ 400 എഴുതി. ദെൻ നമുക്ക് തന്നേക്കണ പ്രൊവിഷൻ ബ്രോട്ട് അപ് ടു 10% എന്നാണ്. പ്രൊവിഷൻ 10% കൂടി എന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കാം, പ്രൊവിഷൻ എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇന്നർ കോളത്തിലെ എമൗണ്ടിനാണ്. പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു സംഭവമാണ്. ഈ ഔട്ടർ കോളത്തിലെ എമൗണ്ടിനായിരിക്കും എപ്പോഴും ആ പെർസെന്റേജ് കാണുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക, 6500 ആണ് ഇന്നർ കോളത്തിലെ എമൗണ്ട്. ഇതിനാണ് നമ്മളോട് ഒരു 10% കാണാൻ പറഞ്ഞേക്കണത്. അപ്പൊ 10% എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഡിജിറ്റ് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് 10%. അപ്പൊ 650 ആണ് 10% പ്രൊവിഷൻ. അതില് ഓൾറെഡി അവരൊരു 300 രൂപ അവര് നമുക്ക് കുറച്ചതായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 650 ആണ് പ്രൊവിഷൻ വേണ്ടത്. അതില് ക്വസ്റ്റ്യനിൽ 300 രൂപ ലെസ് പ്രൊവിഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി എമൗണ്ട് എടുക്കുമ്പോ ചെയ്യേണ്ടത് ഈ 650യിൽ നിന്നും ഈ 300 മൈനസ് ചെയ്യണം. ആ മൈനസ് ചെയ്ത് കിട്ടുന്ന 350 ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ കണ്ടുപിടിച്ച 10%ൽ നിന്നും നമുക്ക് തന്നിരിക്കുന്ന പ്രൊവിഷൻ കുറച്ചിട്ട് വേണം നമ്മൾ ടു പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് എഴുതാനായിട്ട്. അടുത്ത അഡ്ജസ്റ്റ്മെന്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അപ്രീസിയേറ്റഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വാല്യൂ 15% കൂടി എന്നാണ് പറഞ്ഞേക്കുന്നത്. അസറ്റിന്റെ വാല്യൂ കൂടുമ്പോൾ നമുക്കറിയാം റീവാലുവേഷൻ അക്കൗണ്ടിന്റെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ബൈ
ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 22,000 ആണ്. ആ 22,000ന്റെ 15% കണ്ടുപിടിക്കുന്ന എമൗണ്ട് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ 15% എന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ 15% ആണ് കൂടിയിരിക്കുന്നത്. അപ്പൊ ആ എമൗണ്ട് ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് തന്നേക്കണത് പ്രൊവിഷൻ ഫോർ ലീഗൽ ചാർജസ് എന്ന് പറഞ്ഞാൽ അത് ലയബിലിറ്റി ആണ്. പ്രൊവിഷൻ എപ്പോഴും ലയബിലിറ്റി ആണ്. പ്രൊവിഷൻ ഫോർ ലീഗൽ ചാർജസ് എന്ന് പറഞ്ഞാൽ ഈ ലയബിലിറ്റി സൈഡിൽ അങ്ങനെ ഒരു ലയബിലിറ്റി നമുക്ക് തന്നിട്ടില്ല. ക്രെഡിറ്റേഴ്സും ക്യാപിറ്റലും മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ ഓർത്ത് വെക്കാം, ഇത് അൺറെക്കോർഡഡ് ലയബിലിറ്റി ആണ്. അൺറെക്കോർഡഡ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആയിരിക്കും. അസറ്റ് ആയാലും ലയബിലിറ്റി ആയാലും ബാലൻസ് ഷീറ്റ് തരാതെ അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ഇൻക്രീസ് ചെയ്തു എന്നാണ്. അപ്പോ പ്രൊവിഷൻ ഫോർ ലീഗൽ ചാർജസ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെയാണ് എഴുതുന്നത് ടു ലീഗൽ ചാർജസ് എന്ന് പറഞ്ഞുകൊണ്ട് ലെഫ്റ്റിലാണ് എഴുതുന്നത്. ആ തന്നിരിക്കുന്ന എമൗണ്ട് അതുപോലെ തന്നെ കൊടുക്കാം. ഡിഫറൻസ് എടുക്കാൻ നമുക്ക് ഇവിടെ ഇല്ല. തന്നേക്കുന്ന എമൗണ്ട് അതുപോലെ തന്നെ എഴുതാം. പിന്നെ നമുക്ക് തന്നേക്കുന്നത് ഗുഡ് വില്ലും ക്യാപിറ്റൽ അക്കൗണ്ടും ഒക്കെയാണ്. അത് റീവാലുവേഷൻ അക്കൗണ്ടിൽ വരുന്ന സംഭവമല്ല. അപ്പൊ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടില് ബിൽഡിംഗ് കൂടിയത് എഴുതി, സ്റ്റോക്ക് കുറഞ്ഞു, പ്രൊവിഷൻ ഇൻക്രീസ് ചെയ്തു, ലീഗൽ ചാർജസ് എഴുതി. അപ്പൊ നമുക്ക് ബാലൻസ് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തപ്പോ 3,300 ആണ്. അതിൽ നിന്ന് നമ്മൾ ഈ 400ഉം 350ഉം 750 ആഡ് ചെയ്തിട്ട് ഈ 3,300 നിന്ന് മൈനസ് ചെയ്തപ്പോ കിട്ടിയ ആൻസർ ആണ് 1,800. അപ്പൊ ബാലൻസ് 1,800 എന്ന് കിട്ടി. ഈ ബാലൻസ് നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ 4:3:2 ആണ്. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് എപ്പോഴും ഓർത്ത് വെക്കുക, ഈ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ ആരൊക്കെ ഉണ്ടോ അവർക്കാണ് വീതിക്കുന്നത്. ഇപ്പൊ അഡ്മിഷൻ ആണെങ്കിൽ നമുക്കിപ്പോ ഇത് റിട്ടയർമെന്റ് ആണല്ലോ. അഡ്മിഷൻ ആണെങ്കിൽ ഇവിടെ നമുക്ക് പുതിയ ആളുടെ പേരുണ്ടാകില്ല, ഓൾഡ് പാർട്ട്നേഴ്സേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിനാണ് വീതിക്കുന്നത് റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ്. അഡ്മിഷന്റെ കേസിൽ ഓൾഡ് പാർട്ട്നേഴ്സിന്. അതുപോലെ തന്നെ റിട്ടയർമെന്റിന്റെ കേസിൽ ഇൻക്ലൂഡിങ് ദ റിട്ടയറിംഗ് പാർട്ണർ, വൈ എന്ന റിട്ടയർ ചെയ്ത പാർട്ണർ ഉൾപ്പെടെ ഈ 3 പേർക്കുമാണ് റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് വീതിക്കുന്നത്. അപ്പോ ഡെത്തിലാണെങ്കിൽ ഒരു പാർട്ണർ മരിച്ചാൽ അപ്പോഴും ഇതിൽ ആരൊക്കെ ഉണ്ടോ ഇവർക്കാണ് വീതിക്കുന്നത് കേട്ടോ. അതൊരിക്കലും മറക്കരുത്. ബാലൻസ് ഷീറ്റിൽ ആരൊക്കെ ഉണ്ടോ അവർക്ക് അവരുടെ ഓൾഡ് റേഷ്യോയിലായിരിക്കും എപ്പോഴും റീവാലുവേഷൻ അക്കൗണ്ട് വീതിക്കുന്നത്. അപ്പോ നമ്മൾ ആ റേഷ്യോയില് 4/9 പലപ്പോഴും കമന്റിൽ കാണാറുണ്ട് എങ്ങനെയാണ് 9 കിട്ടിയെന്ന്. അതുകൊണ്ട് പറയാണ്, ഇത് 3ഉം കൂടി ആഡ് ചെയ്തതാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ 3 പേരുടെയും നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് നമ്മൾ ആ പ്രോഫിറ്റ് നമ്മൾ വീതിച്ചു കൊടുത്തു 3 പേർക്കും. ഇനി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യണം. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഈ ക്യാപിറ്റൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 3 പേരുടെയും ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ 3 പേരുടെയും ക്യാപിറ്റൽ നമ്മൾ എഴുതി. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, എപ്പോഴും ക്യാപിറ്റൽ അക്കൗണ്ട് കിട്ടുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ വീതിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ഈ ക്വസ്റ്റ്യനിൽ ഇപ്പൊ അതൊന്നുമില്ല. കാരണം അതിനല്ല ഇപ്പൊ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തേക്കണേ, വേറൊരു അഡ്ജസ്റ്റ്മെന്റിനാണ്. ആ ബാലൻസ് ഷീറ്റിലുള്ള സംഭവത്തിന്റെ കണക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടിരിക്കും മുമ്പ്. അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താതിരുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനറൽ റിസർവ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇതൊക്കെ ഇവിടെ തന്ന നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ വീതിക്കും. ഇപ്പുറത്ത് നമുക്ക് ഗുഡ് വില്ലോ അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇവിടെ തരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് ലോസ് ആണ്, അത് തന്നാൽ നമ്മൾ ഇപ്പുറത്തും വീതിക്കും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ സംഭവമാണ്. അപ്പൊ ഇവിടെ അതൊന്നും ഇല്ല, നമുക്കതൊന്നും വീതിക്കാനില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് എഴുതണം. ഇപ്പുറത്ത് കിടക്കുന്ന ബാലൻസ് ഇപ്പുറത്തേക്ക് എഴുതാം. റീവാലുവേഷൻ 3 പേർക്കും കിട്ടിയ എമൗണ്ട് നമ്മൾ അതിലേക്ക് എഴുതി. ഇനി നമുക്ക് വേണ്ടത് ഗുഡ്വിൽ ആണ്. ഈ ഗുഡ്വില്ലിന്റെ ആണ് നമ്മൾ എൻട്രി എഴുതേണ്ടത്. റിട്ടയർമെന്റിന്റെ കേസിൽ ഞാൻ ആദ്യം പറഞ്ഞു എൻട്രി എങ്ങനെ വരും എന്നാ പറഞ്ഞത്. റിമൈനിങ് പാർട്ട്നേഴ്സ് ആരാ നോക്കി, എക്സും ഇസഡും ആണ്. 2y ആണ് റിട്ടയർ ചെയ്തേക്കണ ആള്. അപ്പൊ എൻട്രി വരുന്നത് എക്സ് അക്കൗണ്ട് ഡെപ്റ്റർ, വൈ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇസഡ്. സോറി, ഇസഡ്, വൈ റിട്ടയർ ചെയ്ത ആളല്ലേ. അപ്പൊ എക്സ് അക്കൗണ്ട് ഡെപ്റ്റർ, ഇസഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വൈ എന്ന് പറഞ്ഞാണ് നമ്മൾ എൻട്രി കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ എമൗണ്ട് നമ്മൾ എഴുതുന്നത് 10,800. ഫേമിന്റെ ഗുഡ്വിൽ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫേമിന്റെ ഗുഡ്വിൽ 10,800 ആണ് നമുക്ക് തന്നേക്കണേ.
ഇതിനെ നമ്മൾ അയാൾക്കുടെ ഷെയർ എടുക്കണം. വൈയുടെ ഷെയർ ഏതാന്ന് നോക്കി. വൈയുടെ ഷെയർ 3/9. അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അതായത് വൈയുടെ ഷെയർ 3/9 ആണ്. അപ്പൊ ഫേവിന്റെ ഗുഡ്വില്ലാണ് തന്നേക്കണെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ആ റിട്ടയർ ചെയ്ത ആളുടെ ഷെയർ എടുക്കണം. അപ്പൊ നമ്മളത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോ നമുക്ക് കിട്ടിയ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ എമൗണ്ട് നമ്മൾ വീതിക്കുന്നത് എക്സിനും ഇസഡിനും ഡെബിറ്റ് കൊടുത്തിട്ട് വൈക്ക് നമ്മൾ ക്രെഡിറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ വൈക്ക് ക്രെഡിറ്റ് കൊടുക്കുമ്പോ ഇവിടെ നമ്മൾ വീതിച്ചിരിക്കുന്നപ്പോ നമ്മൾ ചെയ്ത് കഴിയുമ്പോ 10,800. അപ്പൊ ഞാൻ റീവാലുവേഷൻ അക്കൗണ്ട് മാറ്റി കഴിഞ്ഞാലേ ബാലൻസ് ഷീറ്റ് പറയുമ്പോൾ ചിലപ്പോൾ എളുപ്പം ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ കിടക്കട്ടെ. 10,800 ഇൻറ്റു 3/3 വൈയുടെ 3 4 വൈയുടെ 3 3/9 വരും. അപ്പൊ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോ 3,600 കിട്ടും. 3,600 നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ആ 3,600 നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ഗെയിനിങ് റേഷ്യോയിൽ വീതിക്കണം. അപ്പൊ ഗെയിനിങ് റേഷ്യോ മക്കൾ കണ്ടുപിടിക്കണം. അപ്പൊ ഞാനത് ഗെയിനിങ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അപ്പൊ ഞാനിത് കുറച്ച് മാറ്റിട്ട് അത് കാണിച്ചു തരാം. നമുക്ക് തന്നിരിക്കുന്നത് ന്യൂ റേഷ്യോ കണ്ടോ. ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ ഫേം 28,000 ആണ് പുതിയ ഫേമിലെ ക്യാപിറ്റല്. അവരുടെ ന്യൂ റേഷ്യോ നമുക്ക് തന്നേക്കണേ എക്സിന്റെ 3/5 വൈയുടെ നമുക്ക് തന്നേക്കണത് അല്ല ഇസഡിന്റെ 2/5 ആണ്. എക്സിന്റെ ഇത് ഇസഡിന്റെ ഇത് മൈനസ് എന്ത് വേണ്ടി വരും? ഓൾഡ് റേഷ്യോ. ഓൾഡ് എന്ന് പറയുമ്പോ 4/9 വരും. നമ്മൾ കണ്ടുപിടിക്കുന്ന ഗെയിനിങ് റേഷ്യോ ആണ് കേട്ടോ. അതായത് ഗെയിനിങ് റേഷ്യോയിൽ വേണം നമ്മൾ ഗുഡ്വില് വീതിക്കാനായിട്ട്. അപ്പൊ ഗെയിനിങ് റേഷ്യോയിൽ ഗുഡ്വില് വീതിക്കുമ്പോ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ന്യൂ റേഷ്യോ നമുക്ക് തന്നേക്കാണ് 3/5 2/5 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 3/5 നമ്മള് എക്സിന്റെ ഓൾഡ് റേഷ്യോ 4/9 ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ക്രോസ് ചെയ്ത് ചെയ്യാം. അപ്പൊ 27 മൈനസ് 20 ഇങ്ങനെ വരും. ക്രോസ് ചെയ്യുമ്പോൾ ന്യൂ റേഷ്യോ വന്നേക്കണത് 3/5 ഇവിടെ നമുക്ക് 4/9 ആണ് വന്നേക്കണത്. അപ്പൊ നമ്മൾ ഇത് മൈനസ് ചെയ്ത് നമുക്ക് 7/45 എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചിട്ടേ ആ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. ന്യൂ റേഷ്യോയിൽ നിന്നും ഓൾഡ് റേഷ്യോ മൈനസ് ചെയ്ത ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിച്ചിട്ട് ഗെയിനിങ് റേഷ്യോയിൽ വേണം ഗുഡ്വില് വീതിക്കാൻ. അപ്പൊ ഗുഡ്വില്ലിന്റെ എൻട്രി വരുന്നത് എക്സ് അക്കൗണ്ട് ഡെപ്റ്റർ ഇസഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വൈ എന്നാണ് വരുന്നത്. അപ്പൊ ആ റേഷ്യോയില് ഇപ്പൊ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിച്ചപ്പോ കിട്ടിയേക്കണതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഗെയിനിങ് റേഷ്യോയിൽ എഴുതുമ്പോ എക്സിന്റെ എമൗണ്ട് 1950, ഇസഡിന്റെ 1650. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് വൈക്ക് വരുന്നത് 3,600. ഇതാണ് ജേണൽ എൻട്രി കേട്ടോ. അപ്പൊ ഈ ജേണൽ എൻട്രിയിൽ നമ്മൾ എഴുതുമ്പോ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മൾ 2y എന്ന് പറഞ്ഞുകൊണ്ട് എക്സിന്റെ കോളത്തില് ഡെബിറ്റിൽ ഈ എമൗണ്ട്, ഇസഡിന്റെ കോളത്തില് ഡെബിറ്റില് ഇസഡിന്റെ എമൗണ്ട് എഴുതാം. ഇനി ഈ സൈഡിൽ വരുമ്പോഴോ ബൈ എക്സ് എന്ന് പറഞ്ഞ് വൈയുടെ കോളത്തില് അതുപോലെ തന്നെ അത് ഇസഡ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വൈയുടെ കോളത്തില് എത്ര എഴുതണം? 1650 എഴുതണം. എന്ന് പറഞ്ഞാൽ വൈയുടെ കോളത്തിലാണ് രണ്ടുപേരുടെയും എഴുതുന്നത്. അപ്പൊ വൈക്ക് മൊത്തത്തില് 3600 ക്രെഡിറ്റ് വന്നു. എക്സിന് ഡെബിറ്റില് എക്സിന്റെ എമൗണ്ട് വന്നു, ഇസഡിന്റെ എമൗണ്ട് ഡെബിറ്റില് വന്നു. അപ്പൊ നമ്മൾ അങ്ങനെ ഗുഡ്വില് നമ്മൾ വീതിച്ചെഴുതി. ഇനി റീവാലുവേഷൻ അക്കൗണ്ട് എഴുതി നമ്മൾ ഗുഡ്വില് വീതിച്ചു. ഇനി നമ്മുടെ ക്വസ്റ്റ്യന് പറഞ്ഞേക്കണ സംഭവം ഇതാണ്. ഞാൻ ഇമ്പോർട്ടന്റ് കൊടുത്ത് എടുത്തേക്കണ ഒരു അഡ്ജസ്റ്റ്മെന്റ് കേട്ടോ. അതായത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ ഫേം എത്രയാന്ന് നോക്കിയേ, 28,000 ആണ് പുതിയ ഫേമിൽ അവരുടെ ക്യാപിറ്റല്. അത് ഈ ന്യൂ റേഷ്യോയിലാണ് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് വിഡ്രോ ചെയ്യാം, കുറവാണെങ്കിൽ അവർ കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം എക്സിന്റെ പേരിൽ എത്ര വേണം നോക്കാം. ഈ 28,000 ഇൻറ്റു പുതിയ റേഷ്യോ നോക്കിയേ, എക്സിന്റെ 3/5 ആണ്. 3/5 ആണ് എക്സിന്റെ
പുതിയ ഷെയർ. അപ്പൊ നമുക്കത് ചെയ്യുമ്പോ എക്സിന് നമുക്ക് 17,500 കിട്ടും. അതുപോലെ ഇസഡിന് 28,000 ഇൻറ്റു എന്ത് വരും? 2/5 വരും. അതാണ് ന്യൂ റേഷ്യോ. അപ്പൊ ഇസഡിന്റെ 10,500 ഇസഡിന് വരുന്നത് കേട്ടോ. അങ്ങനെ 28,000 രൂപ വരുന്നത്. അപ്പൊ നമ്മള് എക്സിന്റെ നമ്മൾ എഴുതാം ബാലൻസ് ക്യാരി ഡൗൺ. പുതിയ ഫേമില് എക്സിന് വേണ്ട എമൗണ്ട് 17,500, ഇസഡിന് വേണ്ട എമൗണ്ട് 10,500. അത് നമുക്ക് ആദ്യം തന്നെ എഴുതിയിടാം. ഇനി നമ്മള് എല്ലാം കഴിഞ്ഞു. എക്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ടോട്ടൽ ചെയ്തപ്പോ ഈ സൈഡില് 20,800 കിട്ടി. ആ 20,800 നമ്മൾ എന്ത് ചെയ്യണം? ഒരു 19,50 നമുക്ക് ഡെബിറ്റ് സൈഡിലുണ്ട്. അപ്പൊ ആ 20,800 19,20,800 നമുക്ക് ഡെബിറ്റ് സൈഡിൽ കിട്ടിയത്. അതിന് ബാലൻസ് കാണാൻ ഡെബിറ്റ് സൈഡിലുള്ള ഒരു ഇത് നമ്മൾ മൈനസ് ചെയ്യണം. അപ്പൊ എത്രയാന്നൊക്കെ കിട്ടുന്നേ? 5 10 ഇഷ്ടം 1 10 ഈ എമൗണ്ട് ആണ് എക്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ്. എക്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇപ്പോ 18,850 ഉണ്ട്. പക്ഷെ പുതിയ ഫേമില് 17,500 മതി. അപ്പൊ അയാൾക്ക് ബാക്കിയുള്ള എമൗണ്ട് അയാൾക്ക് എന്ത് ചെയ്യാം? അയാൾക്ക് വിഡ്രോ ചെയ്യാം. അപ്പൊ എക്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോഴേ എക്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ റൈറ്റ് സൈഡിലെ ടോട്ടലിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 17,500 എക്സിന് വേണ്ടത്. അപ്പൊ ഈ കിടക്കുന്ന 1,550 നമ്മൾ മൈനസ് ചെയ്തിട്ട് കൂടുതലുള്ള എമൗണ്ട് അയാൾക്ക് വിഡ്രോ ചെയ്യാം. അപ്പൊ എത്ര രൂപ കൂടുതൽ ഉണ്ടെന്ന് നോക്കി. അതായത് 1,350 രൂപ. ഇത്രയും രൂപ കൂടുതലുണ്ട് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ. അപ്പൊ അത് ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്കത് വിഡ്രോ ചെയ്യാട്ടോ. ടു ക്യാഷ് എന്ന് പറഞ്ഞ് അയാൾക്ക് ആ എമൗണ്ട് വിഡ്രോ ചെയ്യാം. അയാളുടെ അക്കൗണ്ടിലുള്ള കൂടുതലുള്ള പൈസ വിഡ്രോ ചെയ്യാം. ഇനി വൈയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ചെയ്യുമ്പോ വൈയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 19,200 നമുക്ക് ഈ സൈഡിലുണ്ട്. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് വൈ റിട്ടയർ ചെയ്ത സമയത്ത് ഇമ്മീഡിയറ്റ്ലി പെയ്ഡ് എന്നാ പറഞ്ഞേ. അപ്പൊ തന്നെ 4,200 ക്യാഷ് ആയിട്ട് കൊടുത്തു. അപ്പൊ നമ്മൾ വൈക്ക് ഉണ്ടല്ലോ ടു ക്യാഷ് എന്ന് എഴുതിയിട്ട് ക്യാഷ് എന്ന് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. വൈയുടെ കുളത്തിൽ ആ 4,200 എഴുതാം ക്യാഷ് കൊടുത്തത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 19,200 4,200 കുറച്ചു കഴിഞ്ഞാൽ ബാക്കി 15,000 നമുക്ക് ബാലൻസ് കിട്ടും വൈയുടെ കുളത്തില്. അത് വൈക്ക് പിന്നീട് കൊടുക്കാന്നാണ് പറഞ്ഞേക്കണത്. അടുത്ത 3 പ്രാവശ്യമായിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാന്നാ പറഞ്ഞേക്കണേ. അപ്പൊ നമ്മൾ അത് വൈയുടെ ലോൺ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കേട്ടോ. ടു വൈസ് ലോൺ, വൈയുടെ ലോൺ അക്കൗണ്ടിലേക്ക് നമ്മൾ ആ 15,000 ട്രാൻസ്ഫർ ചെയ്യും. ഇനി ഇസഡിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ചെയ്യുമ്പോ ഇസഡിന്റെ ക്യാപിറ്റൽ, ഇസഡിന് പുതിയ ഫേമില് 10,500 വേണം. പക്ഷെ ഇസഡിന്റെ ഈ സൈഡ് നമുക്ക് 10,400 ഈ 10,400 നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് സ്റ്റേറ്റിലെ കുട്ടികൾക്ക് ചെയ്യാം. CBSEക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. 10,400 നമുക്ക് റൈറ്റ് സൈഡില് ടോട്ടൽ കിട്ടും. അതിൽ നിന്ന് 16,50 ബാലൻസ് കാണണ്ടേ? അപ്പൊ ഈ ഗുഡ് വിൽ ആണ് ഈ വിധിച്ചേക്കണേ, അത് കുറയ്ക്കണം. അപ്പൊ അയാൾക്ക് ഒരു 8,750 രൂപ പോരായുണ്ട്. അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ 10,500 വേണം. പക്ഷെ 10,400 ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 10,400 അയാളുടെ അക്കൗണ്ടിൽ ഉള്ളൂ, 10,500 വേണം. പക്ഷെ അയാളുടെ അക്കൗണ്ടിൽ ഇപ്പോ 8,750 രൂപയാണ് അയാളുടെ അക്കൗണ്ടിൽ ഇപ്പോ ഉള്ളൂ. അതായത് ഈ 10,400 1,650 രൂപ ഈ സൈഡിലുണ്ട്. അത് കുറച്ച് കഴിയുമ്പോഴേ ബാലൻസ് ആവുള്ളൂ. അയാളുടെ അക്കൗണ്ടിൽ ഇപ്പൊ 8,750 രൂപയേ ഉള്ളൂ. അപ്പൊ പോരാത്ത എമൗണ്ട് അയാൾ കൊണ്ടുവരണതായിട്ട് മക്കൾ കാണിക്കണം. എങ്ങനെയാ? 10,500 വേണം. അതിന്ന് 8,750 അയാളുടെ അക്കൗണ്ടിൽ ഉള്ളൂ. പോരാത്ത എമൗണ്ട് അയാൾ കൊണ്ടുവരണം. പോരാത്ത എമൗണ്ട് ഇവിടെ നമ്മൾ എഴുതണം. അയാൾ കൊണ്ടുവരുമ്പോ ബൈ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് 1,750 രൂപ അയാൾ കൊണ്ടുവരുന്നതായിട്ട് കാണിക്കണം.
അപ്പൊ ഈ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. അതായത് പുതിയ ഫേമില് അവര് പറഞ്ഞിരിക്കുന്നത് 28,000 രൂപയാണ് രണ്ടുപേരുടെയും കൂടി പേരിൽ ക്യാപിറ്റൽ എന്നാ പറഞ്ഞേക്കണേ. ന്യൂ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ന്യൂ റേഷ്യോയില് അവരുടെ ക്യാപിറ്റൽ നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ചു. ആ ന്യൂ റേഷ്യോയിൽ ക്യാപിറ്റൽ കണ്ടുപിടിച്ചപ്പോ അതായത് 28,000 ഇൻറ്റു 3/5 2/5 ചെയ്തപ്പോ നമുക്ക് കിട്ടിയ എമൗണ്ട് ആണിത്. അതില് കൂടുതലുണ്ടെങ്കിൽ അവർക്ക് വിഡ്രോ ചെയ്യാം, കുറവാണെങ്കിൽ അവർ കൊണ്ടുവരണം. അപ്പൊ ഒരാൾക്ക് എക്സസ് ആയിരുന്നു, അയാൾ വിഡ്രോ ചെയ്തു. ഒരാൾക്ക് ഡെഫിഷ്യൻസി ആണ്, അയാള് കൊണ്ടുവരണം. അപ്പോൾ അത് നമ്മൾ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് കാണിച്ചു. ഇനി മക്കൾ ചെയ്യേണ്ടത് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിലുണ്ടല്ലോ, ഇനി ബാലൻസ് ഷീറ്റ് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ചെയ്യേണ്ട വരും. അപ്പൊ ഞാനിത് മറ്റൊരു ക്യാഷ് അക്കൗണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതായത് ക്യാഷ് അക്കൗണ്ട് നമുക്കൊന്ന് കാണിച്ചു തരാം. ക്യാഷ് അക്കൗണ്ട് എങ്ങനെ വരും നോക്കാം. തന്നേക്കണത് എത്രയാ? 6,000 ആണ്. ക്യാഷ് അസറ്റ് ആയതുകൊണ്ട് 2 ആണ് വരുള്ളൂ കേട്ടോ. ക്യാഷ് എപ്പോഴും ടു ബാലൻസ് ബ്രോ ഡൗൺ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഓപ്പോസിറ്റിലേക്കാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. ഇവിടെ 2 പ്രാവശ്യം ക്യാഷ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞ് ഒരു 1,350 എഴുതും. പിന്നെ വൈക്ക് കൊടുത്തത് ഒരു 4,200 നമ്മൾ കൊടുക്കും. പിന്നെ നമ്മൾ ഇവിടെ ഇസഡിനെ സംബന്ധിച്ച് ഇസഡ് ബൈ ക്യാഷ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ എഴുതും ഇസഡ് എന്നും പറഞ്ഞ്. ഇത് ബാലൻസ് പീഡിയാണ്. ഇസഡ് കൊണ്ടുവന്നത് ഇവിടെ എഴുതും. മറ്റേ ഇവിടെ കിട്ടുന്ന ബാലൻസ് ആണ് നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റിലെ ക്യാഷിൽ കൊടുക്കേണ്ടത് കേട്ടോ. ഓർത്ത് വെക്കാം. അപ്പൊ ഇനി ബാലൻസ് ഷീറ്റിലൊന്നും ഞാൻ പറയണുള്ളൂ, മക്കൾ ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് കാണിച്ചോളൂ. ഈ ക്യാഷ് നമ്മൾ ഇവിടെ കിട്ടുന്ന ബാലൻസ് നമ്മൾ ക്യാഷിൽ കൊടുക്കും. ഡെപ്റ്റേഴ്സ് എഴുതുമ്പോൾ ഓർത്ത് വെക്കാം, ഔട്ടർ കോളത്തിലെ എമൗണ്ടിൽ നിന്ന് വേണം ഈ പ്രൊവിഷൻ കുറയ്ക്കാനായിട്ട്. അപ്പോ ഈ 6,200 നിന്നും വേണം എന്ത് ചെയ്യാൻ? ബാലൻസ് ഷീറ്റില് 350 കുറച്ച് എഴുതാൻ കേട്ടോ. ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ ഇങ്ങനെ ഓർത്ത് വെക്കാം. ഔട്ടർ കോൾ ആണ് എപ്പോഴും ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കുന്നത്. പിന്നെ സ്റ്റോക്ക് നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 8,000 400 മൈനസ് ചെയ്യണം. പ്ലാന്റ് ആൻഡ് മെഷീനറി അത് ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് തന്നെ എഴുതാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റൈറ്റ് സൈഡ് ആണ്, അത് ആഡ് ചെയ്യാം. പിന്നെ ഈ സൈഡിലെ ക്യാപിറ്റൽ ഇപ്പോ 2 പേരെ ഉള്ളൂ, എക്സും ഇസഡും. അത് നമ്മൾ ഇവരിൽ 2 പേരെയും കൊടുക്കാം. പിന്നെ ആരും കൂടി വരും? വൈയുടെ ലോണും കൂടി എഴുതാൻ മറക്കരുത് കേട്ടോ. വൈക്ക് ഒരു 15,000 രൂപ കൊടുക്കാനുണ്ടല്ലോ. അപ്പൊ വൈസ് ലോൺ എന്ന് പറഞ്ഞുകൊണ്ട് ആ എമൗണ്ടും കൂടി നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് കാണിക്കും. അപ്പൊ ബാലൻസ് ഷീറ്റ് നമുക്ക് 2 സൈഡ് ഒരേപോലെ കിട്ടും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് വന്നതുകൊണ്ട്. അപ്പൊ അഡ്മിഷനിലെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് പോലെ തന്നെ റിട്ടയർമെന്റിലും ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഗുഡ് വില്ലിന്റെ ജേണൽ എൻട്രി, ആ ജേണൽ എൻട്രി ഓർത്ത് വെക്കേണ്ടതാണ്. റിമൈനിങ് പാർട്ട്നേഴ്സ് ടു റിട്ടയറിങ്, അത് ഏത് റേഷ്യോ ആണെന്നുള്ളത് എല്ലാവരും ഒന്ന് കമന്റിൽ കാണിക്കണം കേട്ടോ. അതായത് റിട്ടയർമെന്റിന്റെ കേസിൽ ഗുഡ്വില്ല് വീതിക്കുന്ന റേഷ്യോ ഏതാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തരാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ ആൻസർ കമന്റിൽ കാണിച്ചിരിക്കണം. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത ക്ലാസ് നമുക്ക് കൂടുതൽ അഡ്ജസ്റ്റ്മെന്റുമായിട്ട് വരാം. അപ്പോൾ ഓക്കെ.